ഈ ആയത്തിന്റെ അർത്ഥം എന്താ? ഒന്ന് തിരുത്തിയല്ലോ. അടുത്ത ആയത്ത് എന്താണ് ഈ ആയത്തിന്റെ അർത്ഥം? അള്ളാന്റെ വല്ലാത്തൊരു ചോദ്യം. ആ ചോദ്യത്തിന് നമുക്ക് മറുപടിയില്ല. ബാല, എടാ ഒന്ന് ആകാശത്തേക്ക് നോക്ക്. സുരേന്ദ്ര, മുഹമ്മദേ, ആമിനക്കുട്ടി, ഏലിയാമേ, ഒന്ന് ആകാശത്തേക്ക് നോക്കിയേ. ആ ആകാശത്തിൽ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാത്ത തൂണുകളാൽ അള്ളാഹു ആകാശത്തെ നാട്ടി നിർത്തി. എങ്ങനെ? അങ്ങനെ ആയത്തിന്റെ അർത്ഥം ബിഗൈരി അമദിൻ തറൗനഹ എന്ന് പറഞ്ഞാൽ ബിഅമദിൻ ലം തറൗനഹ നമുക്ക് അർത്ഥം വെക്കണത്. ആയത്തിൽ എന്തുള്ളത്? ബിഗൈരി അമദിൻ, തൂണുകളില്ലാതെ, തറൗനഹ കാണപ്പെടുന്ന, ബിഗൈരി അമദിൻ തറൗനഹ എന്ന് പറഞ്ഞാൽ കാണപ്പെടുന്ന തൂണുകളില്ലാതെ എന്നാണ്. മൂപ്പര് പറയുന്നതോ ബിഅമദിൻ ലം തറൗനഹ, കാണാത്ത തൂണുകളാൽ ആകാശത്തെ നാട്ടീന. ഇതേതായത്തിനർത്ഥ? ഈ ആയത്ത് എവിടുന്നാ കിട്ടിയത്? ബിഗൈരി അമദിൻ തറൗനഹക്ക് ബിഅമദിൻ എന്നതിന്റെ അർത്ഥമാ കൊടുക്കുന്നത്. അതാ ശ്രദ്ധിക്കേണ്ടത് രാമാ. പിന്നെ വത്സലേ, സുമതി, ബാലേട്ട, ശ്രദ്ധിച്ചോ? എന്താ ശ്രദ്ധിക്കേണ്ടത്? ഇവിടുത്തെ അർത്ഥം അങ്ങനല്ല. ബിഗൈരി അമദ്, ബിഅമദ് രണ്ടും വേറെയാണ്. ബിഅമദിൻ എന്ന് പറഞ്ഞ തൂണുകൊണ്ട്, ബിഗൈരി അമദിൻ തൂണില്ലാതെ. രണ്ടും രണ്ടാണ്. നമ്മൾ ഇങ്ങനെ എടുത്ത് കീറി മുറിക്കാറില്ല. പടച്ചതമ്പുരാൻ മുഴുവൻ മനുഷ്യരോടുമായി നടത്തുന്ന ഒരു വെല്ലുവിളി നമുക്കിങ്ങനെ കാണാം. ഖലഖസ്സമാവാതി ബിഗൈരി അമദിൻ തറൗനഹ വഅൽഖാ ഫിൽ അർളി റവാസിയ അൻ തമീദ ബിക്കും. അല്ലാഹു പറയുകയാണ്, ഈ ഭൂമിയെ നിങ്ങൾ കാണാത്ത തൂണുകൾ ഉപയോഗിച്ചുകൊണ്ട് സംവിധാനിച്ചവൻ. ഇതുപോലെ ഒരു വേദി ഉണ്ടാക്കുമ്പോൾ ഈ വേദിക്ക് മുകളിൽ പന്തൽ താങ്ങി നിർത്തണമെങ്കിൽ അതിനാവശ്യമായ സംവിധാനങ്ങൾ ഏർപ്പാട് ചെയ്യണം. എന്നാൽ എവിടെയാണ് ആകാശത്തിന്റെ തൂണുള്ളത്? അള്ളാഹു പറഞ്ഞു, ഈ നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത തൂണുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ആകാശത്തെ സംവിധാനിച്ചിരിക്കുന്നത്. ഭൂമിയിൽ അത് നിങ്ങളെയും കൊണ്ടങ്ങ് ചരിഞ്ഞു പോകാതിരിക്കാൻ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ പാരിസ്ഥിതിക സന്തുലനം നിലനിർത്തുവാൻ വേണ്ടി പർവ്വതങ്ങളെ ആണിക്കല്ലായി സംവിധാനിച്ചവൻ, ഇണകളെ രൂപപ്പെടുത്തിയവൻ. ഇതൊക്കെ പടച്ചതമ്പുരാൻ ചെയ്ത അനുഗ്രഹങ്ങൾ. ഈ ആയത്തിന്റെ അർത്ഥം എന്താ? ഒന്ന് തിരുത്തിയല്ലോ. അടുത്ത ആയത്ത് എന്താണ് ഈ ആയത്തിന്റെ അർത്ഥം? പടച്ചതമ്പുരാൻ മുഴുവൻ മനുഷ്യരോടുമായി നടത്തുന്ന ഒരു വെല്ലുവിളി നമുക്കിങ്ങനെ കാണാം. ഖലഖസ്സമാവാതി ബിഗൈരി അമദിൻ തറൗനഹ വഅൽഖാ ഫിൽ അർളി റവാസിയ അൻ തമീദ ബിക്കും. അല്ലാഹു പറയുകയാണ്, ഈ ഭൂമിയെ നിങ്ങൾ കാണാത്ത തൂണുകൾ ഉപയോഗിച്ചുകൊണ്ട് സംവിധാനിച്ചവൻ. അങ്ങനെ ആയത്തിന്റെ അർത്ഥം ബിഗൈരി അമദിൻ തറൗനഹ എന്ന് പറഞ്ഞാൽ ബിഅമദിൻ ലം തറൗനഹ നമുക്ക് അർത്ഥം വെക്കണത്. ആയത്തിൽ എന്തുള്ളത്? ബിഗൈരി അമദിൻ, തൂണുകളില്ലാതെ, തറൗനഹ കാണപ്പെടുന്ന, ബിഗൈരി അമദിൻ തറൗനഹ എന്ന് പറഞ്ഞാൽ കാണപ്പെടുന്ന തൂണുകളില്ലാതെ എന്നാണ്. മൂപ്പര് പറയുന്നതോ ബിഅമദിൻ ലം തറൗനഹ, കാണാത്ത തൂണുകളാൽ ആകാശത്തെ നാട്ടീന. ഇതേതായത്തിനർത്ഥ? ഈ ആയത്ത് എവിടുന്നാ കിട്ടിയത്? ബിഗൈരി അമദിൻ തറൗനഹക്ക് ബിഅമദിൻ എന്നതിന്റെ അർത്ഥമാ കൊടുക്കുന്നത്. അതാ ശ്രദ്ധിക്കേണ്ടത് രാമാ. പിന്നെ വത്സലേ, സുമതി, ബാലേട്ട, ശ്രദ്ധിച്ചോ? എന്താ ശ്രദ്ധിക്കേണ്ടത്? ഇവിടുത്തെ അർത്ഥം അങ്ങനല്ല. ബിഗൈരി അമദ്, ബിഅമദ് രണ്ടും വേറെയാണ്. ബിഅമദിൻ എന്ന് പറഞ്ഞ തൂണുകൊണ്ട്, ബിഗൈരി അമദിൻ തൂണില്ലാതെ. രണ്ടും രണ്ടാണ്. നമ്മൾ ഇങ്ങനെ എടുത്ത് കീറി മുറിക്കാറില്ല. പക്ഷേ ഇദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു ബാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ അങ്ങ് കീറാൻ നിന്നുണ്ടല്ലോ. ഒരു ഡസൻ സാധനം ഇപ്പൊ തൽക്കാലം വേണമെങ്കിൽ നമുക്ക് ഇടാൻ തക്കവണ്ണം റെഡിയായിട്ടുണ്ട്. ഒരു ഡസൻ സാധനം. അത് വിവരക്കേടായിട്ടേ നിങ്ങൾ മനസ്സിലാക്കുന്നുള്ളൂ. അല്ലാതെ അദ്ദേഹം ബോധപൂർവ്വം ഖുർആനിൽ കൃത്രിമം കാണിച്ചാണെന്നല്ല. അദ്ദേഹത്തിന്റെ അറിവില്ലായ്മയാണ്, വിവരക്കേടാണ്. ഇതറിയുമ്പോൾ ഒരു പക്ഷെ നാളെ അദ്ദേഹത്തിന് തിരുത്തേണ്ടി വരും. അത് മനസ്സിലാക്കും. കേട്ടോ ഒന്നുകൂടി. പടച്ചതമ്പുരാൻ മുഴുവൻ മനുഷ്യരോടുമായി നടത്തുന്ന ഒരു വെല്ലുവിളി നമുക്കിങ്ങനെ കാണാം. ഖലഖസ്സമാവാതി ബിഗൈരി അമദിൻ തറൗനഹ വഅൽഖാ ഫിൽ അർളി റവാസിയ അൻ തമീദ ബിക്കും. അല്ലാഹു പറയുകയാണ്, ഈ ഭൂമിയെ നിങ്ങൾ കാണാത്ത തൂണുകൾ ഉപയോഗിച്ചുകൊണ്ട് സംവിധാനിച്ചവൻ.
ഇതുപോലെ ഒരു വേദി ഉണ്ടാക്കുമ്പോൾ ഈ വേദിക്ക് മുകളിൽ പന്തൽ താങ്ങി നിർത്തണമെങ്കിൽ അതിനാവശ്യമായ സംവിധാനങ്ങൾ ഏർപ്പാട് ചെയ്യണം. എന്നാൽ എവിടെയാണ് ആകാശത്തിന്റെ തൂണുള്ളത്? അള്ളാഹു പറഞ്ഞു, ഈ നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത തൂണുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ആകാശത്തെ സംവിധാനിച്ചിരിക്കുന്നത്. ഭൂമിയിൽ അത് നിങ്ങളെയും കൊണ്ടങ്ങ് ചരിഞ്ഞു പോകാതിരിക്കാൻ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ പാരിസ്ഥിതിക സന്തുലനം നിലനിർത്തുവാൻ വേണ്ടി പർവ്വതങ്ങളെ ആണിക്കല്ലായി സംവിധാനിച്ചവൻ, ഇണകളെ രൂപപ്പെടുത്തിയവൻ. ഇതൊക്കെ പടച്ചതമ്പുരാൻ ചെയ്ത അനുഗ്രഹങ്ങൾ. കണ്ടോ, ഇതാണ് ഖുർആനെതിരെ ഓറിയന്റലിസ്റ്റുകൾ ഉന്നയിച്ച ഒരു ആരോപണം. ഖുർആൻ അല്ലാഹ് പറയുന്നത് ആകാശത്തിന് തൂണുണ്ട് എന്നാണ്. ഖുർആൻ അശാസ്ത്രീയമാണെന്നതിന് ഓറിയന്റലിസ്റ്റുകൾ കൊണ്ടുവന്ന ആയത്താ ഇത്. എന്നിട്ട് അവര് പറഞ്ഞെന്താ? അല്ലാഹ് പറഞ്ഞു ആകാശത്തിന് തൂണുണ്ട് എന്ന്, കാണാത്ത തൂണുണ്ട് എന്ന്. ഇപ്പൊ മൗലവി പറയാ കാണാത്ത തൂണുണ്ട് എന്ന്. പക്ഷെ ആയത്ത് കേൾക്കുമ്പോൾ അങ്ങനെ തോന്നും, എന്ത്? ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ, കാണപ്പെടുന്ന തൂണുകളില്ലാതെ ആകാശത്തെ സൃഷ്ടിച്ചവനാണ് അല്ലാഹു. കാണപ്പെടുന്ന തൂണുകളാൽ അല്ല, കാണപ്പെടുന്ന തൂണുകളില്ലാതെ ആകാശത്തെ സൃഷ്ടിച്ചവനാണ് അല്ലാഹു. അതാണ് ആയത്തിനർത്ഥം, അതാണ് ആയത്തിന്റെ വിശദീകരണം. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ എതിരർത്ഥം തോന്നും, എന്ത്? അപ്പൊ കാണാത്ത തൂണുണ്ടോ? അല്ലേ, കാണാത്ത തൂണുണ്ടോ? അങ്ങനെ സംശയം ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ കാണാത്ത തൂണ് എന്ന ആ തോന്നലുണ്ട് എങ്കിൽ അള്ളാഹുവിന്റെ കുദറത്ത് കൊണ്ട്, റബ്ബിന്റെ കുദറത്ത് കൊണ്ട് ആകാശം നിലനിൽക്കുകയാണെന്ന്. അല്ലാതെ നമ്മൾ നാട്ടി വെക്കുന്ന തൂണ് പോലെ ഉള്ള തൂണെന്നല്ല, നേരെ മറിച്ച് അള്ളാഹുവിന്റെ കുദറത്ത് കൊണ്ടാണ് അതെങ്ങനെ നിൽക്കുന്നത് ആകാശം. ഓറിയന്റലിസ്റ്റുകൾ പറഞ്ഞു വിശുദ്ധ ഖുർആനിൽ ആകാശത്തിന് തൂണുണ്ട് എന്നാ പറയുന്നത്, കാണാത്ത തൂണുണ്ട് എന്നാ പറയുന്നത്. ഖുർആൻ അശാസ്ത്രീയമാണെന്ന് തെളിവുകൊണ്ടുവന്നതാണ്. ഇദ്ദേഹം പറഞ്ഞപ്പോ അങ്ങനെ ആയിപ്പോയി. നമ്മൾ വിമർശിക്കല്ല, നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തിരിമറി നടത്തി എന്ന് പറയുമ്പോൾ അത് വലിയ ഗൗരവമുള്ള സംഗതിയാണ്.